ദേ നോമ്പിങ്ങ് എത്തി, പറഞ്ഞറിയിക്കുന്ന മുമ്പ് 4 നോമ്പും കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ചിക്കൻ കറിക്ക് ഞാൻ സവാളയൊക്കെ വഴറ്റി എടുക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഞാൻ കുക്കറിലേക്ക് കഞ്ഞിക്കും ഇടുന്നുണ്ട്. കിച്ചണിൽ കയറും മുന്നേ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിലേ പെട്ടെന്ന് പണികൾ തീരും കേട്ടോ. അങ്ങനെ ദേ ചിക്കൻ കറിക്ക് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരിയും കൂടെ കഴുകി അടുപ്പത്തിട്ടാൽ കുക്കറും കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലേ കഞ്ഞി അവിടെ ഇരുന്ന് ആയിക്കോളും അല്ലേ. ഇവിടെ നോമ്പ് തുറപ്പിന് ടാങ്ക് വെള്ളം മസ്റ്റ് ആണ് കേട്ടോ. അങ്ങനത്തെ ടാങ്കും കൂടെ അടിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടേ. ഇനി സമൂസയ്ക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ടൈമിൽ ഇതേ മല്ലിയിലയും കുറച്ച് കറിമസാലയും കൂടെ നമ്മുടെ ചിക്കനിൽ ലാസ്റ്റ് ഒരു മെയിൻ പൊടിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സമൂസയാണേ ഇന്ന്. അപ്പോൾ ദേ അതിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ഇപ്പം പെട്ടെന്ന് തന്നെ കുഞ്ഞു മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ സമൂസയുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് ആവുന്ന നേരം കൊണ്ട് തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഞാൻ നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജ്യൂസും കൂടെയൊക്കെ അടിച്ചെടുക്കണം. അപ്പോൾ ജ്യൂസിനുള്ള മാംഗോ ജ്യൂസാണ്. അപ്പോൾ അതിനുള്ള പാലും കൂടെയൊക്കെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ മാംഗോ ജ്യൂസും കൂടെ ആക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോഴത്തേക്കും എന്നെ സഹായിക്കാനായിട്ട് ഇക്കായും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സമൂസയൊക്കെ ഇക്ക വറുത്തെടുക്കുന്നുണ്ട്. പഴംപൊരിയുടെ കേസും ഇക്ക തന്നെ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി ഞാൻ ഫ്രൂട്ട് സലാഡിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ടെന്ന് ഇളക്കി എടുത്താൽ നമ്മുടെ ഫ്രൂട്ട് സലാഡും റെഡി കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് കറിയായിരുന്നേ ഇന്ന്. ഇന്നത്തെ വിശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ലൈക്കും കൂടെ.